ഹായ്, ഇറ്റ്സ് മി മാനു പെറ്റബൽ ഫ്രം മാനസ് കാർ വേൾഡ്. ഇന്ന് ഹുണ്ടായുടെ രണ്ട് സെഗ്മെന്റ് വാഹനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഒന്ന് ഹുണ്ടായി ക്രെറ്റ ഡീസൽ. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാൻ വളരെയധികം താല്പര്യം ഉണ്ടാവും. കാരണം ബ്ലാക്ക് കളറിൽ വരുന്ന ഈ വാഹനത്തിന് കൂടുതൽ എൻക്വയറികളാണ്. അതേപോലെ തന്നെ ഒരു ന്യൂ ഷേപ്പിൽ വരുന്ന വെറും 16,000-17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2022 മോഡൽ i20 ന്യൂ വെർഷൻ, ന്യൂ ഷേപ്പ് വരുന്ന സ്പോർട്സ് പെട്രോൾ വാഹനമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ രണ്ട് വാഹനങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. പലരും ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ട്, മാനുസ് കാർ വേൾഡിന് എന്തെല്ലാം ഗ്യാരണ്ടി വാറണ്ടി നിങ്ങൾ എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഞങ്ങളായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വാഹനം എങ്ങനെ ഗ്യാരണ്ടി വാറണ്ടി, ഓരോ വാഹനം ഞങ്ങൾക്ക് ഓരോ കിലോമീറ്റർ അല്ലെങ്കിൽ ഓരോ സെഗ്മെന്റ് ആയതുകൊണ്ട് അതിന് കൊടുക്കുന്ന ഗ്യാരണ്ടിയിലും വാറണ്ടിയിലും മാറ്റങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാ വാഹനങ്ങൾക്കും ഞങ്ങൾ ഗ്യാരണ്ടിയും വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുമായി ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള ഒരു ചെറുതായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പേ മറ്റൊരു കാര്യം പറയട്ടെ. മാനുസ് കാർ വേൾഡിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234 എന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ അത് ആദ്യമേ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 2020 മോഡലാണ്. ന്യൂ ഷേപ്പിൽ വരുന്ന എസ് വേരിയൻ്റ് ആണ്. ഡീസലാണ്. 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ബ്ലാക്ക് കളറിൽ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനമാണ്. ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ടച്ചിങ് മറ്റു കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റും, എല്ലാ വാഹനത്തിലും വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അതിലേറെ ആക്സിഡന്റോ മറ്റു ഇതായിട്ടൊന്നുമില്ല. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച ഇന്റീരിയറൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പെയിന്റിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സ്ക്രാച്ചസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ഇവിടെ ഒരു ബീഡിങ്ങും കൂടി ഉണ്ട്. ആ ബീഡിങ് കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി കൂടും. ഓക്കെ, ഓൾറെഡി നമ്മൾ ബീഡിങ് വെച്ചിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ബാക്ക് ഭാഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ സ്പോയിലർ വരുന്നുണ്ട്. സ്പോയിലർ ഓൾറെഡി ഇൻബിൽഡ് ആണ് ഇത് വരുന്നത്. അത് സ്പോയിലർ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഭംഗി കൂടിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ കാണലിലേക്ക് ഭംഗി കൂടിയിട്ടുണ്ട്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ എല്ലാം വരുന്ന ഒരു ഓപ്ഷനാണ്. ഇത് എസ് വേരിയന്റ് ആകുമ്പോൾ ഇതിന്റെ മുകളിൽ SXO വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡിഫോഗർ വരുന്നുണ്ട്, എല്ലാം വരുന്ന ഏകദേശം ഒരു ഫുൾ ഓപ്ഷനിൽ താഴെ ഓപ്ഷൻ ആയിട്ടുള്ളതാണ്. സൺറൂഫ് മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ബാക്ക് ഒന്നും സ്ക്രാച്ചസോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാലും അതേപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ളതാണ്. പെയിന്റിങ് മറ്റു കാര്യങ്ങളൊന്നുമില്ല, സ്ക്രാച്ചസ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബീഡിങ്ങിൻ്റെ ഒരു കുറവ് നന്നായിട്ട് ഈ വാഹനത്തിൽ ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നല്ല സീറ്റും നല്ല അടിപൊളി സീറ്റല്ല, അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരാം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ഡ്യുവൽ ടോൺ കളർ ഡാഷ് വരുന്നുണ്ട്. അതായത് ഇതിലെ സെറ്റൊക്കെ നല്ല വില കൂടിയ ആൻഡ്രോയിഡ് സെറ്റെല്ലാം മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് നല്ല കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ്, അത് നമുക്ക് അറിയാൻ പറ്റില്ല, 6 സ്പീഡ് ഗിയർ ബോക്സ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ ഇൻബിൽഡ് സെറ്റ് വരുന്നു. അതേപോലെ തന്നെ ഇതിൽ ക്ലൈമറ്റ് കൺട്രോൾ AC ഓൾറെഡി ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ SXO ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വയർലെസ് ചാർജർ വരുന്നുണ്ട്. ഇതിന് ഓൾറെഡി അത് വരുന്നില്ല. മറ്റുള്ള എല്ലാ ഓപ്ഷനുകളും നമുക്ക് റെഡിയാണ്. അതേപോലെ സൺറൂഫ് ഇതിൻ്റെ ഒരു മാത്രം കുറവേ ഉള്ളൂ. എന്നാലും ഒരു ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ വരുന്ന എല്ലാ ബാക്ക് നമുക്ക് സാധാരണ എന്താണ് ഇപ്പോൾ അത്യാവശ്യം പിന്നെ ബാക്കിൽ വൈപ്പർ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ ബാക്കിൽ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് മഴക്കാലത്ത് മറ്റു ഫോഗുള്ള സമയത്തൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അതിനുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് മാക്സിമം ലോണും ഈ വാഹനത്തിന് അവൈലബിൾ ആയിട്ടുണ്ട്. കാരണം ബ്ലാക്ക് കളറ് ക്രെറ്റ എന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ എൻക്വയറി ഉള്ള വാഹനമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഡീസൽ വെർഷൻ, ഡീസലിന് കൂടുതൽ ആളുകൾ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വാഹനം ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് പുറത്തേക്ക് വന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 2020 മോഡൽ ഡീസൽ ക്രെറ്റ എസ് വേരിയന്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് 2022 വെറും 17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റെഡ് കളറിൽ വരുന്ന ഒരു ഹുണ്ടായി i20 ന്യൂ മോഡലാണ്. ഇത് പെട്രോളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോ കിലോമീറ്റർ ആണ്. വാഹനം ആക്സിഡന്റോ ക്ലെയിമോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടല്ലോ. കാരണം 17,000 കിലോമീറ്റർ ഒരു വാഹനം ഓടിയെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഊഹിച്ചാൽ തന്നെ കിട്ടാൻ പറ്റും ഈ വാഹനത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. ഇത് റെഡ് കളറാണ്. ഏറ്റവും നല്ല മാർക്കറ്റിലുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന, അതായത് i20 ഏറ്റവും വൈറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ ഒരു മാർക്കറ്റ് വരുന്ന ഒരു കളറാണ് റെഡ്. അത് നമുക്കറിയാം.
കാരണം എന്താണെന്ന് വെച്ചാൽ ചില വാഹനങ്ങൾക്ക് ചില കളറുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ ക്രെറ്റ എന്ന് പറയുന്ന ഇതിൽ, അതേപോലെ സെൽറ്റോസ്, സോണറ്റ്, ഇത് ഇങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ബ്ലാക്കിനോടാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യം. എങ്കിൽ i20 ഇത് ഈ സെഗ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഡിനോടാണ് കൂടുതൽ താല്പര്യം. ഓക്കെ, ഇതൊരു റെഡ് തന്നെ, ഒരു ഫ്ലാഷ് റെഡ്, ഒരു പ്രത്യേക തരം റെഡുമാണ് i20ക്ക് വരുന്നത്. നമ്മൾ സാധാരണ ഒരു റെഡ് ഉണ്ടല്ലോ, ജർമ്മൻ റെഡ്, ആ ടൈപ്പ് അല്ല, ഒരു പ്രത്യേക ഒരു മനസ്സിന് ഒരു ഇമ്പം കിട്ടുന്ന ഒരു റെഡാണ് ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ 17,000 കിലോമീറ്റർ ഓടിയ വാഹനത്തിൻ്റെ ഓൾറെഡി ടയറിൻ്റെ കണ്ടീഷൻ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഓൾറെഡി എല്ലാ ടയറുകളും കമ്പനി വന്ന് തന്നെ സ്റ്റെപ്പിനും എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിക്കി, ഇതിൽ ഡിഫോഗർ വരുന്നുണ്ട്, ഓൾറെഡി ബാക്ക് വൈപ്പർ വരുന്നില്ല. അതായത് ഇത് സ്പോർട്സ് ഓപ്ഷനാണ്. സ്പോർട്സ് ഓപ്ഷനിൽ വൈപ്പർ വരുന്നില്ല, ഡിഫോഗർ വരുന്നുണ്ട്. അതേപോലെ നല്ല നീറ്റാണ്, ബാക്ക് സ്ക്രാച്ചസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, പറയാറുള്ളതുപോലെ തന്നെ. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീസൽ ടാങ്കാണിത്. ഇതിൻ്റെ ഡിസൈനിങ് വളരെയധികം ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരിക്കലും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത, സാധാരണ എല്ലാ വാഹനങ്ങളും പെട്രോൾ ടാങ്ക് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കണ്ടോ, ഇത് കറക്റ്റായിട്ട് ഇവിടെ ഒരു പ്രത്യേക മോഡലിൽ ഇത് ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട് ഇത്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കൗതുകം പറഞ്ഞു എന്ന് മാത്രം, അത് ഒരു ഇതായിട്ട് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും അതേപോലെ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ബീഡിങ്ങിൻ്റെ ഒരു കുറവ്, ബീഡിങ് ഓൾറെഡി ഇവിടെ i20 എന്നുള്ള ബീഡിങ് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഡോറിൽ ഒരു ബീഡിങ് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നാവും. ഈ ഡോറിൽ ബീഡിങ് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇപ്പം നമ്മളെ വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു വാഹനം ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ ബീഡിങ്ങിൽ പോയി തീർച്ചയായിട്ടും ഇത് തട്ടുള്ളൂ, ഡോറിൽ തട്ടില്ല. അതാണ് കൂടുതൽ ആളുകളും ഈ ബീഡിങ് സജസ്റ്റ് ചെയ്യാൻ കാരണം. ബീഡിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ ചെറിയ എവിടെയെങ്കിലും ഒരു ഒരയിലൊക്കെ ആണെങ്കിൽ ആ ബീഡിങ്ങിൽ മാറിപ്പോകും, ഡോറിലേക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ബീഡിങ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഡാഷൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകതയിൽ, അതായത് നമ്മുടെ ലക്ഷറി വാഹനങ്ങളിലാണ് ഇതേപോലത്തെ ഗ്രില്ല്, ഒരു പാനൽ ഗ്രില്ലാണ് ഇതിൽ വരുന്നത്. അതേപോലെ കിയ വാഹനങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും കാണാൻ പറ്റുന്ന അതേപോലത്തെ ഒരു മോണിറ്റർ വരുന്നുണ്ട്. പക്ഷേ ഇത് കിയ വാഹനങ്ങൾ വരുന്നതിന് മുമ്പ് BMW പോലത്തെ പിന്നെ ഹൈ പ്രീമിയം വാഹനങ്ങളിൽ മാത്രമാണ് ഇതേപോലത്തെ മോണിറ്റർ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ മീറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. മീറ്റർ നല്ല നല്ല നീറ്റായിട്ടുള്ള, അതെന്താ പറയുക, നമുക്ക് കാണാനൊരു പ്രത്യേക ഒരു ചന്തമുണ്ട്. ഇപ്പം നമ്മളുണ്ടോ ആക്സിഡൻ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RPM കയറി പോകുന്നതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും, ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ട്. പിന്നെ അതേപോലെ സ്റ്റിയറിംഗ് ഉണ്ട്, ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഇത് വരുന്നുണ്ട്. അതായത് നമുക്ക് വോളിയം കൺട്രോൾ വരുന്നുണ്ട്, മൊബൈൽ ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ സൗണ്ട് സിസ്റ്റം, അതേപോലെ ക്രൂയിസ് കൺട്രോൾ എല്ലാം ഇതിലും ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് വാഹനങ്ങളും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രൈസ്, ഇതിന് എത്ര ലോൺ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെല്ലാം നമുക്കൊന്നും കൂടി പറയാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം, ഒന്ന് ശ്രദ്ധിക്കണേ. ഇത് 2020 12 മാസം വരുന്ന എസ് വേരിയന്റിൽ വരുന്ന ഹുണ്ടായി ക്രെറ്റ ഡീസലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഡീസലാണ്. ഡീസലിൽ എസ് വേരിയന്റ് ആണ് വരുന്നത്. ഈ എസ് വേരിയന്റ് എന്ന് പറയുമ്പോൾ ഡുവൽ എയർ ബാഗ് വരും, ബാക്ക് വൈപ്പർ വരും, എല്ലാം വരും. അതായത് ഇതിൽ വയർലെസ് ചാർജർ, സൺറൂഫ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവൈലബിൾ അല്ലാത്തതുള്ളൂ. അപ്പോൾ ഈ വാഹനത്തിന് വരുന്ന വില എന്ന് വെച്ചാൽ 13,60,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിട്ട് ചെറിയ വ്യത്യാസത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഏകദേശം ഒരു 12.5 ലക്ഷം 13ന്റെ അടുത്ത് വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ഏകദേശം ഫുൾ എമൗണ്ട് ലോൺ തന്നെ പറയാം. ചെറിയൊരു ഇനീഷ്യൽ പേയ്മെന്റ് നമുക്ക് വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഇനി ഇതാണെങ്കിൽ ഇത് 2022 മോഡലാണ്. ഇത് 2022 മോഡൽ പെട്രോളിൽ വരുന്ന സ്പോർട്സ് ഓപ്ഷൻ വാഹനമാണ്. ഇത് വെറും 16,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 17,000 കിലോമീറ്റർ, സോറി. ഈ 17,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ വാഹനത്തെക്കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ. കാരണം ലോ കിലോമീറ്റർ വാഹനങ്ങൾക്ക് എന്നും ഒരു മോഹവിലയാണ്. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഈ വാഹനത്തിൻ്റെ മോഹവില തരേണ്ട കാര്യമില്ല. വാഹനം നിങ്ങൾക്ക് ഒരു 7,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റും. വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വാഹനമാണ്. ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഒരു 6.25 ലക്ഷം രൂപ ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ പറഞ്ഞ രണ്ട് വാഹനങ്ങൾക്ക് ഫുൾ ആയിട്ട് ലോണും അവൈലബിൾ ആണ്. എങ്കിൽ പോലും ഞാൻ ഒരു ചെറിയൊരു ബ്രേക്ക് ചെയ്തിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് അടച്ചിട്ട് ലോൺ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റും മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വാഹനങ്ങൾക്കും ഒരു 50%, 50,000, 25,000, 50,000, 1 lakh ഞാൻ ഇനീഷ്യൽ പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ലോണും അവൈലബിൾ ആണ്.
ഈ രണ്ട് വാഹനങ്ങളിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234 എന്ന ഞങ്ങളുടെ നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ വാഹനങ്ങളെക്കുറിച്ചല്ല മറ്റു വാഹനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കാറ്റലോഗ് നിങ്ങൾക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് www.manuscarworld.com എന്ന വെബ്സൈറ്റിൽ പൂർണ്ണമായിട്ടുള്ള എല്ലാ വാഹനങ്ങളുടെയും ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന കുറേ ഓഫേഴ്സ് ഉണ്ട്. ആ ഓഫേഴ്സുകളും ഗ്യാരണ്ടികളും വാറണ്ടികളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് നേരിട്ട് ബന്ധപ്പെടാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. Once again, it's me Manu Patamel from Manus Car World. Sign out.